എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും ആരാണ് കാസ്റ്റിംഗ് ഡയറക്ടർ? രാജേഷ്. ആ രാജേഷോ കൊണ്ട എന്ന് പറയും. ഇതുവരെ എൻ്റെ ഒരു സുഹൃത്തുക്കളെയും ഞാൻ സിനിമയിൽ എടുത്തിട്ടില്ല. സിനിമയിൽ കുറേ കാലം കൂടി നിൽക്കാന്നുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല ചീത്തപ്പേരും ഉണ്ട്. പെണ്ണും പൊറാട്ടും എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി രാജേഷ് മാധവൻ, റൈന രാധാകൃഷ്ണൻ ആൻഡ് രവിശങ്കർ, ഇവർ മൂന്നുപേരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. രാജേഷൻ്റെ ഡെബ്യൂ ഫിലിമാണ് ഡയറക്ടറായിട്ട്. എന്താണ് സിനിമ പറയുന്നത്? ഒരു പട്ടട എന്ന് പറഞ്ഞ സാങ്കല്പിക ഗ്രാമമാണ്. സുട്ടു എന്ന് പറഞ്ഞൊരു നായയുണ്ട്, പിന്നെ ആ നാട്ടുകാരുണ്ട്. അപ്പോൾ സുട്ടുവിൻ്റെ സർവൈവലിൻ്റെ കഥയും പിന്നെ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടാകുന്ന കുറച്ച് ബഹളങ്ങളുമാണ് കഥയിലെ മെയിനായിട്ട് സംസാരിക്കുന്നത്. കുറച്ച് രസകരമായിട്ടുള്ള നർമ്മ മുഹൂർത്തത്തിലൂടെ ഈ കഥ അങ്ങനെ പോകും. പുതുമുഖങ്ങളാണ്, 100ഓളം പുതുമുഖങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിൽ വെറുതെ പാസിങ് ആയവർ വരെ വെൽ ട്രെയിൻഡ് ആണ് എന്ന് സംസാരിച്ചപ്പം അറിയാൻ പറ്റി. അതെങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇത്രയും പുതുമുഖങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക, അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കാസ്റ്റിംഗ് ചെയ്ത് അതിന് ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന എന്ന് പറയുന്ന കാര്യത്തിലാണ്. അപ്പോൾ ഇതിൽ എനിക്ക് നോൺ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ച് പുതിയ ആൾക്കാരെ വന്നിട്ട് അവരെ ക്യാരക്ടറാക്കി മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് പേഴ്സണലി എനിക്ക് അതിലാണ് കൂടുതൽ താല്പര്യം. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഒരു 8 മാസത്തോളം കാസ്റ്റിംഗ് ചെയ്തു. കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാസ്റ്റിംഗ് ചെയ്ത് ചെറിയൊരു ട്രെയിനിങ് വർക്ക്ഷോപ്പ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ട് ട്രെയിൻ ചെയ്യായിരുന്നു. പുതിയ ആൾക്കാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, മറ്റേ റെയ്ന പഴയ ആളായിപ്പോയി. ഇവള് മാത്രമാണ് അതിനൊരു അപവാദമായിട്ടുള്ളത്. റെയ്നയുടെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണല്ലോ. ചാരുലതയെ ചുറ്റിപ്പറ്റിയാണല്ലോ മൊത്തം സിനിമ സഞ്ചരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന് രാജേട്ടൻ തന്ന ബ്രീഫ് എന്തായിരുന്നു? ഒന്നും തന്നില്ല. അങ്ങനെയല്ല, ആക്ച്വലി ഞാൻ എങ്ങനെയാണോ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ ഇരിക്കുന്നത്. ഇപ്പോൾ ആ നാട്ടിലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ബാക്കി എല്ലാവരും നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരല്ല, ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ക്യാരക്ടർ, ചാരുലത എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമാണ് നമ്മൾക്ക് സാധാരണ കാണാൻ പറ്റുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു കുറച്ച് വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന അവൾക്ക് സ്വന്തമായിട്ടൊരു ഇലക്ട്രിക് ഷോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നടത്തുന്ന കുറച്ച് ചിന്തിക്കാനൊക്കെ കഴിവുള്ളൊരു കുട്ടിയായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ബാക്കിയുള്ളവർക്കായിരുന്നു കുറച്ചും കൂടിയും ശരിക്കും അവരെ ഒരു മീറ്ററല്ല, ഭയങ്കര വേറൊരു മീറ്ററിലാണ് അവരൊക്കെ പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണോ ഏകദേശം അതുപോലെയൊക്കെ തന്നെ നിന്നാൽ മതി എന്നുള്ളതായിരുന്നു ഒരു ബ്രീഫ് തന്നത്. പിന്നെ അങ്ങനെ ഇതിനകത്ത് അഭിനയിച്ച ആർക്കും അങ്ങനെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അറിഞ്ഞിട്ടോ കഥ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. നമുക്ക് രാജേഷ് ചേട്ടൻ എന്ന് പറയുന്ന ഡയറക്ടറിൽ നമ്മൾ വിശ്വസിച്ച് പുള്ളി നമ്മളെ മോൾഡ് ചെയ്തെടുത്തോളും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. റെയ്നനെ ഞങ്ങൾ ഓഡിഷൻ ചെയ്യുന്ന സമയത്തെ അപ്പോൾ ഞങ്ങളൊരു വിഷയം കൊടുക്കും. അപ്പോൾ വിഷയം കൊടുത്തിട്ട് ഒരാളോട് കൗണ്ടർ അടിക്കണം. റെയ്ന കൗണ്ടർ അടിച്ചാൽ നല്ല പുളിച്ച തെറി. ആ ഒറ്റ തെറിയിൽ അപ്പം തന്നെ സെലക്ട് ഞാൻ വല്ലാതെ ഓർക്കുന്നു അത്. സിറ്റുവേഷൻ എനിക്ക് കഥയുമായിട്ട് കുറച്ച് സമയം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതായത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള അതായത് അങ്ങനെ ഒരു വീട്ടിൽ അത്തരം ഒരു വിഷയം വീട്ടിൽ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. പട്ടട എന്ന് പറയുന്ന ഗ്രാമത്തിൽ സെറ്റ് ചെയ്തേക്കുന്നു. അവിടുത്തെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഡെപ്ത് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടാ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് ബിൽഡ് ചെയ്തെടുത്താണ് ഓരോ ക്യാരക്ടേഴ്സും? ഇതിൽ സിറ്റുവേഷൻ നല്ല ശരിക്കും ഡെവലപ്പ് ചെയ്തത്. സിറ്റുവേഷൻ ഓക്കെ, അത് അപ്പുറത്തേക്ക് മാറാം. പക്ഷേ എന്നാലും ചില പ്രത്യേക ട്രേറ്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ മനസ്സിൽ കുറച്ച് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് മുമ്പ് ആലോചിച്ച് തുടങ്ങിയ കഥയായതുകൊണ്ട് തന്നെ പല ക്യാരക്ടേഴ്സിൻ്റെയും ബേസിക് സ്വഭാവം, പെരുമാറ്റത്തിൻ്റെ രീതികൾ സിനിമ കുറച്ചുകൂടി മനസ്സിലാവും. അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ തുടങ്ങാൻ സമയത്ത് നമ്മൾ ആ സ്ക്രീൻ പ്ലേക്ക് കടന്നപ്പോൾ അവരൊന്ന് കുറച്ചുകൂടി മോൾഡ് ചെയ്തെടുത്തേ ഉള്ളൂ. പക്ഷേ ഒരു മേജറായിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെല്ലാം നമ്മുടെ മനസ്സിൽ കഥയുടെ വഴിയിൽ തന്നെ അവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ഡയലോഗ് ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് തോന്നിയ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ടീച്ചറിൽ തന്നെ ഉള്ള ഡയലോഗ് ഉണ്ടല്ലോ, നിൽക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ ഓടിപ്പോകാൻ മാത്രം വിശാലമാണ് ലോകം എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ. അത്തരം തോട്ടുകൾ ആ ഒരു സിനിമ ക്യാപ്സൈസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണോ ആ സിനിമയുടെ ഒരു ഒഴുക്ക്? തീർച്ചയായിട്ടും നമുക്ക് ഈ കഥ ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും നമ്മളൊരു കഥയിലേക്ക് നമ്മൾ ശരിക്കും
റൈറ്ററും ഡയറക്ടറും ഹുക്കാവുന്നത് നമുക്കതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുമ്പോഴാണ്. കഥ നമ്മൾ തിരഞ്ഞു പോകുമ്പോഴായിരിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് കണ്ടെത്താൻ സാധിക്കുകയും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് നമ്മൾ കഥയിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ട് ഇപ്പം തൊട്ടുമ്പ് പറഞ്ഞ കാര്യം സ്വാഭാവികമായിട്ടും അത് സിനിമയിൽ ചെയ്യുന്നുണ്ട്, അത് അതിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സുട്ടുവിൻ്റെ പെർസ്പെക്റ്റീവിൽ ആണ് പോകുന്നത്. സുട്ടുവും ചാരുലതയാണ് ഇതിലെ സഫർ ചെയ്യപ്പെടുന്ന രണ്ടുപേർ. അതെ. ബാക്കി ഒരു മാഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ആ ടീച്ചറിന്റെ ഒരു ഇത് വെച്ചിട്ടും നമുക്ക് അത് കിട്ടുന്നുണ്ട്. അതെ. ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും വർക്ക്ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? നമ്മൾ സാധാരണ സീനൊക്കെ ചെയ്തു നോക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ഇതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന് അങ്ങനെ സീൻസ് ഒന്നും ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓഡിഷൻ്റെ ഭാഗമായിട്ട് ഇവർ ആ കണ്ടന്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു നമ്മൾ ഓൾറെഡി ഒന്ന് നോക്കിയിട്ടുണ്ട്. അതല്ലാതെ സീൻസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ സുർജിത്ത് സുമതി ഗോപിനാഥ്, പിന്നെ സനോജ് മാമോ എന്ന് പറയുന്ന 2 ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വർക്ക്ഷോപ്പ് വെച്ചിരുന്നു. അത് ഈ നമ്മളൊരു എനർജി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് പ്രോസസ്സിലേക്ക് ഇറങ്ങുകയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് അവർ അവിടെ വന്നിട്ട് അവരും കൂടി ഈ സിനിമയുടെ പാർട്ടാകുമ്പോൾ നമ്മൾ മാത്രമല്ല ഇതിൻ്റെ ഡയലോഗ് റൈറ്റേഴ്സ് എന്ന് പറയാൻ. ഇപ്പോൾ അവർ കൂടി ഇതിൻ്റെ ഡയലോഗ് റൈറ്റേഴ്സാണ്, ഇതിൻ്റെ ആക്ടേഴ്സ് എല്ലാവരും. അപ്പോൾ അവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള സീനിലൂടെയാണ് നമ്മൾ സീൻ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു ഡയലോഗ് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇത് നിങ്ങൾ നിർബന്ധമായും പറയണം എന്ന് പറയുന്നത് വളരെ അപൂർവം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് അതെ, അത് അവരുടെയാണ്. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ അവർ കൃത്യമായിട്ടും നമുക്കൊരു കൃത്യമായിട്ടൊരു പ്രത്യേകിച്ചും പുതിയ ആൾക്കാർ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഈ ഡയലോഗാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും അത് ഡയലോഗിൻ്റെ കേസിൽ മാത്രമല്ല എൻ്റെ എല്ലാ രീതികളിലും പറയാൻ പറ്റില്ല. പലപ്പോഴും അവർക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർ പറയാൻ തോന്നുന്ന അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഡയലോഗുകളിലേക്ക് നമ്മൾ എഴുതിയിട്ടൊരു ബേസ് ഡയലോഗ് ഉണ്ടായിരിക്കും. അത് രാജേഷും ആക്ടേഴ്സും നമ്മൾ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ പറയുകയും കൊടുക്കുകയും ഗിവ് ആൻഡ് ടേക്കിലോട്ട് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും എതിർവശത്ത് നിൽക്കുന്ന ആൾക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന പുതിയ ആർട്ടിസ്റ്റുകളാണല്ലോ, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഡയലോഗുകളിലേക്ക് നമ്മൾ വരുന്ന വഴിയെ ലാൻഡ് ആവുകയും. പിന്നെ സ്ലാങ്ങിൻ്റെ കാര്യം അവരെല്ലാവരും പ്രദേശത്ത് തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്ലാങ്ങിൻ്റെ കേസുകൾ അവർ സ്വയം ഹാൻഡിൽ ചെയ്തു, അവരുടെ ഭാഷ അതാണ്. അപ്പോൾ അതിലൂടെയാണ് ശരിക്കും ഡയലോഗുകൾ ഡെവലപ്പായി വന്നിട്ടുള്ളത്. നായയെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പണി തന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നായനെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ പിറകിൽ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ടീമുണ്ട്. അപ്പോൾ അവരെല്ലാവരും അതിൻ്റെ ഒരു 100 ഇരട്ടി അഭിനയിക്കുമ്പോഴാണ് നായ എന്തെങ്കിലും അഭിനയിക്കുക. ഓപ്പോസിറ്റ് നിന്നിട്ട് അവരഭിനയിക്കും നായക്ക് വേണ്ടിയിട്ട്. നായരെ ശ്രദ്ധ ആകർഷിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവനെ കൊണ്ട് അങ്ങനെ പെർഫോം ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അവനൊരു ഇമോഷണൽ ജേർണി ഉണ്ടല്ലോ ഡോഗിന്. അതുകൊണ്ട് അവൻ്റെ പെർഫോമൻസിന് ചെറിയ മീറ്റർ നമുക്ക് അങ്ങനെ തന്നെ വെച്ച് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനല്ല, എൻ്റെ കൂട്ടത്തിലുള്ള ഒരു സംഘം ആൾക്കാർ നിന്ന് ചാടി നൃത്തം ചെയ്ത് കഷ്ടപ്പെടുത്താന്ന് ഉണ്ടാക്കിയത്. അതുപോലെ റൈനയുടെ ആ ഒരു ക്യാരക്ടർ ചാരുലതയുടെ ഒരു മീറ്റർ പിടിക്കുന്നതിന് എന്തെങ്കിലും റെഫറൻസുകളോ അങ്ങനെ എന്തെങ്കിലും, ഐ മീൻ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് എന്തെങ്കിലും റെഫറൻസുകളോ അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, റിയൽ ലൈഫല്ല, നമ്മളിപ്പോൾ ചുറ്റും കാണുന്ന ഒരുപാട് സ്ത്രീകളിൽ ഒരു ചാരുലതയുടെ ഒരു എലമെന്റ് എന്തായാലും ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ഗതികെട്ട് അതിന് റിയാക്ട് ചെയ്ത് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഇതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളിലും കാണുന്ന ഒരു എലമെന്റ് ചാരുലതയിലും ഉണ്ട്. അത് തന്നെയാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് ചാരുലതയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്ലാങ്ങിലേക്ക് വരിക, അതിനുവേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്? ഞാനും പാലക്കാട് തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇവരെല്ലാരും പിടിക്കുന്ന അത്രയും സ്ട്രോങ് ആ ഒരു ഡയലക്റ്റ് എനിക്ക് പിടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാം കൊണ്ടും ഇവരിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ പാലക്കാട് ഒരു സ്ലാങ് തന്നെ പിടിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ അത്രയും അവർ ശരിക്കും അവിടുത്തെ കൊല്ലങ്കോട് ആ സൈഡിലുള്ള അത്രയും സ്ട്രോങ് ഡയലക്റ്റാണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അത്രയും സ്ട്രോങ് ഭാഷ പിടിച്ചിട്ടില്ല അതിനകത്ത്. ഫാന്റസി എലമെന്റ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് പടം തന്നെ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് എടുക്കുക, അങ്ങനെ ഒരു ധൈര്യം അത് എവിടെ നിന്നാണ് വരുന്നത്? അങ്ങനെ വിചാരിച്ചിട്ടില്ല. ആദ്യം നമ്മൾ സിനിമ എങ്ങനെ ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാലും അതിനൊരു എക്സ്പെരിമെന്റൽ സ്വഭാവം വന്നു പോകും, അറിയാണ്ട്. അങ്ങനെയല്ലത് ആലോചിക്കുന്നത്, പക്ഷെ അറിയാതെ അങ്ങനെ ആയിപ്പോകുന്ന. അപ്പോൾ ഇത് പക്ഷേ ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പുതിയ ആൾക്കാർ കമ്പാരിറ്റീവ്ലി ഈ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുന്ന സിനിമകളിലേക്കാളും ഒക്കെ ബഡ്ജറ്റുള്ള സിനിമ,
ഇത് കുറച്ച് വലിയ സ്കെയിൽ തന്നെയാണ് സിനിമകൾ. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ആ കൺസ്ട്രൻസിലൊക്കെ ഇത് ഒരു എക്സ്പെരിമെൻ്റൽ സ്വഭാവമുണ്ട്. കാരണം മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുമോ എന്ന് പറയുന്ന കാര്യത്തിൽ അത് ആക്ച്വലി ഞങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കഥയുടെ ഒരു ജേണി ഉണ്ട്. ആ ജേണിയിൽ നമുക്ക് ആൾക്കാരെ അത് കണ്ടിരുത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ആണ് നമ്മൾ ആ സിനിമ ചെയ്തു തുടങ്ങിയത്. എന്തായാലും ചെയ്തു വന്ന് അവസാനം എത്തി, തിയേറ്ററിലൊക്കെ എത്തി. ഇപ്പോൾ IFFKയിലും IFFAയിലും ഒക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ചിന്ത ശരിയായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇങ്ങനൊരു എക്സ്പെരിമെൻ്റൽ സ്വഭാവമുള്ള സിനിമ എടുക്കാൻ അങ്ങനെ ഒരു ബാക്കപ്പ് വേണം നമുക്ക്. എനിക്ക് എന്നാത്താൻ കേസ് കൂടി കഴിഞ്ഞ സമയത്ത് സന്തോഷ് ടി കുരുവിള എന്നോട് നിൻ്റെ ആദ്യത്തെ പടം ഞാൻ ചെയ്യാം എന്നുള്ളൊരു വാക്ക് ഇങ്ങോട്ട് തന്നതാണ്. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമയായിട്ട് ചെല്ലുന്നത്. പുള്ളി ഈ കഥയായിട്ട് കൺവിൻസ്ഡ് ആവുന്നു. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അവർ ആ ജേണിയുടെ കൂടെ നിന്നു. ആ ജേണിയുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായത്. അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ പോസിബിൾ അല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഇപ്പം IFFKയിലൊക്കെ വന്നപ്പോൾ ഭാഷാഭേദമന്യേ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിക്കുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ. എന്താ പറയുക, അവിടെ നിന്ന് കിട്ടിയ റിസപ്ഷൻ എങ്ങനെയായിരുന്നു? ആൾക്കാരുടെ ചോദ്യങ്ങൾ. ഭാഷാഭേദമന്യേ ആൾക്കാർ ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കരച്ചിൽ വന്നു. ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ IFFയിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മളിത് ഭയങ്കര കൊളോക്കിയലായിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് പറയുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ കൾച്ചറിൽ നിൽക്കുന്നതാണ്. നമ്മളൊരു സൗത്ത് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇതിന്. അപ്പോൾ ഇത് ബാക്കി പുറത്തെ ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മളിപ്പോൾ പുറത്തെ സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ആവേശത്തോടെ കണ്ടിരിക്കും. അതേപോലെ നമ്മളുടെ സിനിമ അങ്ങോട്ട് പുറത്തുനിന്നും അങ്ങനെ ആൾക്കാർ എടുക്കുമോ എന്നുള്ളത് നമ്മുടെ കൺഫ്യൂഷനായിരുന്നു. IFFയിൽ കുറേ ആൾക്കാർ വിദേശ രാജ്യക്കാരുണ്ടായിരുന്നു, കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, തമിഴ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ പടത്തിനെ കണ്ടിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ടൊക്കെ റിവ്യൂ ഒക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അത്രയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാം മെൻറ്റലി ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അത് നല്ല റിസപ്ഷൻ ആയിരുന്നു IFFയിൽ കിട്ടിയത്. IFFKയിൽ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ നമ്മുടെ സ്വന്തം സ്പേസ് എന്നുള്ള നിലക്ക് അതിൻ്റെ ഇരട്ടി ആണ് എന്ന് തോന്നുന്നു. വീട്ടിനകത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു റിസപ്ഷൻ? എങ്ങനെയാ അത് വെൽക്കം ചെയ്യുന്ന ഏട്ടൻ? നമ്മൾ പലപ്പോഴും നമ്മൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരുന്ന എഡിറ്റും പോസ്റ്റും നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത്രയധികം എംഫസൈസ് ചെയ്യാതെ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ സെക്കൻഡ് വ്യൂവിൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്ന, എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ IFKയിലും IFFയിലും ഈ ഫസ്റ്റ് വ്യൂവിൽ തന്നെ ആൾക്കാർ കാണുകയും നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സന്തോഷം ആണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. അത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷവും സമാധാനവും IFFK നമുക്ക് നൽകി. അതുപോലെ റൈനയുടെ ക്യാരക്ടറും അവസാനമൊക്കെ വലിയ കയ്യടിയായിരുന്നു. IFFയിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആ ക്യാരക്ടറിൻ്റെ അവസാനത്തെ ഒരു എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഭയങ്കര കയ്യടിയും ഭയങ്കര റിസപ്ഷനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ IFFയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. IFFKയിൽ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിനോടൊക്കെ വരുമ്പോൾ ഭയങ്കര എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം സുട്ടു അത്രയും നേരം സഫർ ചെയ്യുന്നത് അവസാനം എംപതൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക് സുട്ടുവിനോട്. അപ്പോൾ സുട്ടുവിൻ്റെ അടുത്ത് ആ നാട്ടിൽ കുറച്ചെങ്കിലും ഒരു അങ്ങനെ പെരുമാറുന്നത് എൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അവരുടെ സിനിമ കഥ പറഞ്ഞ പോലെ ആയിപ്പോ. അപ്പോൾ അത് അതിന് ക്ലൈമാക്സ് ആണോ മനസ്സിലാവുക എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു സിനിമയുടെ അവസാനത്തെ ആ ഒരു മൊമെന്റ് ആൾക്കാർക്കൊരു ഇമോഷൻ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു സിനിമ സംസാരിക്കുന്ന വിഷയം തന്നെ ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അപ്പോൾ അത് ഭാഷാഭേദമന്യേ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷനാണ് സിനിമ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ IFFയിൽ പോയാലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വേറെ പുറത്ത് വേറെ ആര് കണ്ടാലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷനാണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് IFFKയിലൊക്കെ ഉണ്ടായിരുന്ന റിസപ്ഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് പടം കാണുന്നത്. അപ്പോൾ അവരോടൊപ്പം തന്നെ എനിക്കത് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ അഭിനയിച്ച ഭാഗം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് പടം കാണുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് വേറെ റീഡിംഗ് ഒക്കെ നടത്തിയിട്ട് ആൾക്കാർ അപ്പോൾ ഇങ്ങനെ ഇതിന് ചിന്തിക്കാമല്ലേ എന്ന് നമുക്ക് തോന്നുന്ന രീതിക്കാണ് ആൾക്കാർ ഫസ്റ്റ് വാച്ചിൽ തന്നെ സാധാരണ ഈ പറഞ്ഞ പോലെ വീണ്ടും ഇരുത്തി അല്ലെങ്കിൽ വല്ല പഠനത്തിന് വേണ്ടി കാണുമ്പോഴാണ് ആൾക്കാർ അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഭയങ്കര പിന്നെ അവിടുത്തെ ഓഡിയൻസും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും നല്ലൊരു റിസപ്ഷൻ തിയേറ്ററിലും കിട്ടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഡയലോഗ് ഭയങ്കര സ്പീഡാണല്ലോ, അതുവരെ ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ ലാംഗ്വേജ് ആയിട്ട് കൂടെ. ഈ
കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ ആണല്ലോ, ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, ഒരുപാട് ഫ്രണ്ട്സ് കാണും. അപ്പോൾ ഈ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ടോ? ലൈക്ക് ഫ്രണ്ട്സിൻ്റെ മുഖം വരിക അങ്ങനത്തെ? ഇല്ല ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ആക്ച്വലി ഇപ്പം ഞാൻ കാസർഗോഡ് കാരനാണല്ലോ. അപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ഒരു സിനിമ നടക്കുമ്പോൾ ഞാൻ കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, ആരാണ് കാസ്റ്റിംഗ് ഡയറക്ടർ? രാജേഷോ പോണ്ട എന്ന് പറയും. അതാണ് അവസ്ഥ. ആക്ച്വലി ഞാൻ ഇതുവരെ എൻ്റെ ഒരു സുഹൃത്തുക്കളെയും ഞാൻ സിനിമയിലെടുത്തിട്ടില്ല. അത് കാസ്റ്റിംഗ് സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഒരു കാര്യങ്ങളിൽ ഒന്നാണ്. അതിൽ നമ്മൾ വെള്ളം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമ അതേ പിന്നെ ജെനുവിനിറ്റിയോടുകൂടി സിനിമ അവസാനിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സുഹൃത്തുക്കളെ അതിലേക്ക് ഉൾപ്പെടുത്താറില്ല. അപ്പം അതുകൊണ്ട് നല്ല ചീത്തപ്പേരും ഉണ്ട്. സഹിക്കുക, വേറെ എന്ത് ചെയ്യാൻ. സിനിമ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ സിനിമയിൽ കുറേ കാലം കൂടി നിൽക്കാന്നുണ്ട്. ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുമ്പോൾ തന്നെ ഇതുപോലെ ഇൻസിഡൻസ് ഒരുപാട് നമ്മുടെ ഇടയിൽ നടക്കുന്നുള്ള സംഭവമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഈവെന്റിൽ നിന്നാണോ ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റോറി രൂപപ്പെട്ട് വന്നത്? ഒന്നല്ല, 2 കാര്യങ്ങളിൽ നിന്നാണ് ശരിക്കും ഇതിൻ്റെ സ്പാർക്ക് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. രണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഡോഗിൻ്റെ ഒരു ട്രാക്ക് ആണെങ്കിലും പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ട്രാക്ക് ആണെങ്കിലും സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുമായിട്ട് ഏറെക്കുറെ ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ 2 സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ആ 2 വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായൊരു സ്പാർക്ക് എന്നാണ് ശരിക്കും ഈ ചിന്ത ആരംഭിച്ചത്. സുട്ടുവിൻ്റെ വോയിസിലേക്ക് ടൊവിനോയെ കൊണ്ടുവരുന്ന തോട്ട് എപ്പോഴാണ്? ടൊവിനോനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫാനാണ്. ഞങ്ങൾ ഈ കഥ ഉണ്ടാകുമ്പോൾ ടൊവിനോനെ കൊണ്ട് സൗണ്ട് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നമുക്ക് സുട്ടുവിനോട് നമുക്കൊരു പേഴ്സണലി എമ്പതി തോന്നണം. നമുക്ക് ഈ സിനിമയുടെ ഒരു ജേണി അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ശബ്ദം ടൊവിനോടെ ആയിരിക്കും. ടൊവിനോ ഇപ്പോൾ വലിയ ഹീറോയ്ക്കായിട്ടുള്ള ഒരു ഫിഗറൊക്കെ ആണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ടൊവിനോട് ശബ്ദത്തിനോട് നമുക്കൊരു പേഴ്സണലി ഒരു ഇഷ്ടമുണ്ട്. ടൊവിനോട് ആ ഇഷ്ടം ആണ് എനിക്ക് വേണം തോന്നിയിരുന്നത്. അപ്പോൾ പക്ഷേ ടൊവി ഇത്രയും ഭയങ്കര സ്റ്റാർ ഇമേജിൽ നിൽക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വോയിസ് ആർട്ടിസ്റ്റായിട്ട് വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്ക്. ഞങ്ങൾ ഈ സിനിമ കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഈ ആഗ്രഹം ഒന്ന് അവതരിപ്പിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് കട്ട് ആയപ്പോൾ നേരെ ടൊവിനോ വിളിച്ചു. എന്നിട്ട് ടൊവിനോയുടെ വീട്ടിൽ പോയി ഈ പടം ഒന്ന് കാണിച്ചു. എന്ന് കഴിയുമ്പോൾ പുള്ളി ഇത് ഫുൾ ഇരുന്ന് കണ്ടു. പുള്ളിക്ക് ഇഷ്ടമായി, സിനിമ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ചെയ്തേനെ. പക്ഷേ പുള്ളീനെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് വരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. പുള്ളി ഭയങ്കര സന്തോഷത്തോടെ ചെയ്തു തന്നു മാത്രമല്ല, ടൊവിയാണ് ആദ്യം ഈ സിനിമ പുറത്തുനിന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരാൾ കാണുന്നത്. ടൊവിനോ തന്നിട്ടുള്ള നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിൽ ആസ് എ ഡയറക്ടർ പിന്നീട് ഫൈനലി സ്ക്രീനിൽ കാണുമ്പോൾ ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്ന ക്യാരക്ടർ ആരാണ്? ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും പുതിയ ആൾക്കാരാണല്ലോ. പിന്നെ റെയ്നനെ ഞാൻ ഇവിടെ എത്തിക്കൊണ്ട് പറയുന്നില്ല. എനിക്ക് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഇപ്പോഴും ഞങ്ങൾ ഒരു ഫാമിലിയൊക്കെ പോലെ തന്നെയാണ്. കുറേ ആക്ടേഴ്സ്. എനിക്ക് ഇത്രയും അധികം ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല അല്ലേ. ഡിപ്ലോമാറ്റിക് കാരണം നമുക്ക് എല്ലാവരും പ്രിയപ്പെട്ട ആൾക്കാരാണ്. കാരണം അതങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ അഭിനയിക്കുന്നില്ല എന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ചിരുന്നിട്ട് അവസാന ദിവസം ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് ചേച്ചിയുണ്ട്. അവർ ക്യാമറക്ക് മുമ്പിൽ പെർഫോം ചെയ്യുന്നുണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. പിന്നെ വെറുതെ പോയി വരാം ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് വന്ന ചേച്ചിയുണ്ട്. സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയി പോകുന്നതാണ്, അതുകൊണ്ട് ഓഡിഷനും അതിനുവേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്ന ചേച്ചിമാരുണ്ട്. അപ്പം ഇവരെല്ലാവരും ഓരോരോ സന്ദർഭങ്ങളിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കുറേയൊക്കെ കാണുന്നത്. സിനിമ റിലീസാകാൻ പോവുകയാണ്, പ്രേക്ഷകരോട് എന്താ ഓഫർ ചെയ്യാനുള്ളത്? സിനിമ നിങ്ങൾ ഒന്ന് തുറന്ന് മനസ്സിലായിട്ട് വരിക. നമ്മൾ ഒരു കുറച്ച് സമയം ഈ സിനിമയിലേക്ക് ഈ വേൾഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കുറച്ച് സമയം ഒന്ന് ചിലവിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എൻജോയ് ചെയ്ത അവസാനം വരെ ഇരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. IFFKയിലൊക്കെ ആൾക്കാർ ഭയങ്കര ചിരിച്ച് ഉല്ലസിച്ചിട്ടൊക്കെയാണ് പടം കണ്ടത്. അതേപോലെ കാണാൻ വരുന്ന ഒരു ഫൺ പടമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്നാൽ കുറച്ച് കാര്യങ്ങളും കൂടിയുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ ഒരു സിനിമ എന്തായാലും ആളുകൾ മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും.
ഒരുപാട് പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഫ്രഷ് ആയിരിക്കും ഈ സിനിമ. റോ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ള അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എൻജോയ് ചെയ്യണം. ഒരുപക്ഷെ നാടും സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫാൻറ്റസി എലമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ്റെ ഭാഗമായിട്ടോ തോന്നുകയൊക്കെ കാണും. പക്ഷേ അതിലെ മനുഷ്യന്മാരെല്ലാവരെയും ഭൂരിഭാഗം മനുഷ്യന്മാരെയും കാണുന്ന എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഒരു സ്ഥിരം ക്ലീഷ ഡയലോഗ് ഉണ്ട്, ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം എന്നുള്ളത്. അത് ഇപ്പൊ ആൾക്കാർ OTT കാണുന്നതിന് മുമ്പ് കാണണോ വിചാരിച്ചിട്ട് ആൾക്കാർ പറയുന്നതാണോ എന്ന് വിചാരിക്കും. പക്ഷെ കണ്ടതല്ലേ ഇത്. ആക്ച്വലി ഇതിന് ആ തിയേറ്ററിലേക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതെ ആംബിയൻസ്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. താങ്ക് യു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓഡിയൻസും ഭയങ്കരമായിട്ട് ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ വിജയമാവട്ടെ. താങ്ക് യു.